പ്രവാസ ലോകത്തെ വാർത്തകൾ. കേരളത്തിലെ ബാങ്കുകളിലെ പ്രവാസി നിക്ഷേപം കുതിച്ചുയരുന്നു. ജനുവരി മാർച്ച് പാദത്തിലെ നിക്ഷേപം 3 ട്രില്യൺ രൂപ കടക്കുമെന്ന് റിപ്പോർട്ട്. കഴിഞ്ഞ വർഷത്തെ പ്രവണത തുടർന്നാൽ ഈ വർഷം ജനുവരി മാർച്ച് പാദത്തിലെ പ്രവാസി നിക്ഷേപം കുതിച്ചുയരാൻ സാധ്യത. 2024 ഡിസംബർ 31 കണക്കനുസരിച്ച് പ്രവാസി നിക്ഷേപങ്ങൾ 2,86,063 കോടി രൂപയായിരുന്നു. മുൻവർഷത്തേക്കാൾ ഏകദേശം 24,000 കോടി രൂപ കൂടുതലാണിത്. ഇത് വർഷം തോറും 9.4% വർധനവ് കാണിക്കുന്നു. ഈ വർഷത്തെ ജനുവരി മാർച്ച് പാദത്തിലെ ഡേറ്റ ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല. നിലവിൽ പ്രവാസികളുടെ പേരിലുള്ള വിദേശ കറൻസി അക്കൗണ്ടുകൾ വഴിയാണ് പണക്കൈമാറ്റം നടക്കുന്നത്. പണമയക്കലിന്റെ വലിയൊരു ഭാഗം പലിശ നിരക്കുകളും കറൻസി വിനിമയ ആനുകൂല്യങ്ങളും കാരണം ഈ അക്കൗണ്ടുകളിലാണ് എത്തുന്നത്. 2014 ഡിസംബറിൽ കേരളം പ്രവാസി നിക്ഷേപങ്ങളിൽ 1 ട്രില്യൺ രൂപ മറികടന്നു. 2020 മാർച്ചോടെ ഇത് ഇരട്ടിയായി. കഴിഞ്ഞ 5 വർഷത്തിനുള്ളിൽ മാത്രം നിക്ഷേപങ്ങൾ മറ്റൊരു ട്രില്യൺ രൂപ കൂടി വളർന്നു. കോവിഡിന് ശേഷം പണമയക്കലിൽ 19 മുതൽ 20% വരെ വർധനയുണ്ട്. 2023-24 ഇന്ത്യയിലേക്ക് അയക്കുന്ന പണത്തിന്റെ 19.7% കേരളത്തിലേക്കായിരുന്നു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഇന്ത്യ UAE വിമാന ടിക്കറ്റ് നിരക്ക് കുതിച്ചുയരുന്നു. മെയ് 17 വരെയുള്ള ടിക്കറ്റുകൾക്കാണ് ഉയർന്ന നിരക്കുകൾ. ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷത്തെ തുടർന്നാണ് UAEയിലേക്കുള്ള വിമാന നിരക്ക് കുത്തനെ ഉയർന്നത്. ഇന്ത്യയും പാകിസ്ഥാനും വ്യോമാതിർത്തികളിൽ നിയന്ത്രണം ഏർപ്പെടുത്തിയതും വിമാനത്താവളങ്ങൾ അടച്ചിട്ടതും UAEയിലേക്കുള്ള യാത്ര തടസ്സപ്പെട്ടു. ഇപ്പോൾ വിമാന കമ്പനികൾ സർവീസുകൾ പുനരാരംഭിച്ചതിനാൽ യാത്രക്കാർ തിരികെയുള്ള ടിക്കറ്റുകൾ ബുക്ക് ചെയ്യുകയാണ്. ഇതോടെയാണ് വിമാന ടിക്കറ്റ് നിരക്കുകൾ കുത്തനെ ഉയർന്നത്. സംഘർഷം ആരംഭിക്കുന്നതിന് മുമ്പ് അവധിയാഘോഷത്തിന് ഇന്ത്യയിലേക്കും പാകിസ്ഥാനിലേക്കും നിരവധി പേർ പോയിരുന്നു. ഇവരാണ് മടക്കയാത്രയ്ക്കായി ടിക്കറ്റുകൾ ബുക്ക് ചെയ്യുന്നത്. മെയ് 18 മുതലുള്ള ടിക്കറ്റുകൾക്ക് സാധാരണ നിരക്കാണ് നിലവിൽ കമ്പനി വെബ്സൈറ്റുകളിൽ ലഭ്യമാകുന്നത്. ഡൽഹിയിൽ നിന്നും ദുബായിലേക്കുള്ള വൺ വേ വിമാന നിരക്ക് ഏകദേശം 44,670 രൂപ വരും. അതേസമയം ഡൽഹി അബുദാബി വിമാന ടിക്കറ്റ് നിരക്ക് തിങ്കളാഴ്ച 51,600 രൂപയും ചൊവ്വാഴ്ച 90,300 രൂപയുമാണ് ഈടാക്കുന്നത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഡൊണാൾഡ് ട്രംപിന്റെ ഗൾഫ് സന്ദർശനത്തിന് ചൊവ്വാഴ്ച തുടക്കമാകും. സൗദി അറേബ്യ, ഖത്തർ, UAE എന്നിവിടങ്ങളാണ് ട്രംപ് സന്ദർശിക്കുക. അധികാരത്തിൽ തിരിച്ചെത്തിയ ശേഷമുള്ള ട്രംപിന്റെ ആദ്യ വിദേശ പര്യടനമായിരിക്കും ഇത്. മെയ് 16 വരെയായിരിക്കും സന്ദർശനം. ആദ്യ സന്ദർശനം സൗദി അറേബ്യയിൽ. സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാനുമായി കൂടിക്കാഴ്ച നടത്തും. കൂടാതെ കൂടിക്കാഴ്ചയിൽ ഗാസ വെടിനിർത്തൽ നിർദ്ദേശവും പുനർനിർമ്മാണ പദ്ധതികളും ചർച്ചയാകും. സൗദി കിരീടാവകാശിയുമായുള്ള കൂടിക്കാഴ്ചയിൽ പലസ്തീൻ അതോറിറ്റി പ്രസിഡന്റ് മഹ്മൂദ് അബ്ബാസ്, സിറിയൻ പ്രസിഡന്റ് അഹമ്മദ് അൽ ഷറ, ലബനാൻ പ്രസിഡന്റ് ജോസഫ് ഔൻ എന്നിവരും പങ്കെടുക്കും. ഇസ്രായേൽ സന്ദർശനം ഒഴിവാക്കിക്കൊണ്ടാണ് ട്രംപ് പശ്ചിമേഷ്യൻ രാജ്യങ്ങൾ സന്ദർശിക്കാൻ ഒരുങ്ങുന്നത്. സാമ്പത്തിക സഹകരണം, നിക്ഷേപം തുടങ്ങിയ പ്രധാന മേഖലകളിൽ ട്രംപ് ഭരണകൂടവും സൗദിയും തമ്മിൽ ചർച്ച നടത്തുമെന്നും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം ഈ മേഖലകളിൽ കൂടുതൽ ശക്തിപ്പെടുത്താനുമാണ് സന്ദർശനം കൊണ്ട് ലക്ഷ്യമിടുന്നതെന്നും റിപ്പോർട്ടുകളുണ്ട്. 2017 പ്രസിഡന്റായ ശേഷം ട്രംപ് നടത്തിയ ആദ്യ വിദേശ സന്ദർശനം സൗദിയിലേക്കായിരുന്നു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. അമേരിക്കൻ മരുന്നുകളുടെ വില കുറയ്ക്കാനുള്ള നീക്കവുമായി ഡൊണാൾഡ് ട്രംപ്. US-ലേക്കുള്ള ഇന്ത്യയുടെ ഔഷധ കയറ്റുമതി ഭീഷണി നേരിടുന്നതായും റിപ്പോർട്ട്. അമേരിക്കയിൽ മരുന്നുകളുടെ വില 80% വരെ കുറയ്ക്കാൻ ലക്ഷ്യമിട്ടുള്ള ഒരു എക്സിക്യൂട്ടീവ് ഉത്തരവിൽ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഒപ്പുവയ്ക്കാൻ തീരുമാനിച്ചു. US-ലേക്കുള്ള ഇന്ത്യയുടെ $7 ബില്യൺ മൂലമുള്ള ഔഷധ കയറ്റുമതിക്ക് ഇത് വലിയ തിരിച്ചടിയായേക്കാം. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ട്രൂത്ത് സോഷ്യലിലൂടെയാണ് മരുന്നുവില കുറയ്ക്കുന്നതിനുള്ള തീരുമാനത്തെക്കുറിച്ച് ട്രംപ് പറഞ്ഞത്. മരുന്നുകളുടെയും ഔഷധങ്ങളുടെയും വില 30% മുതൽ 80% വരെ കുറയ്ക്കുമെന്ന് അദ്ദേഹം വാഗ്ദാനം ചെയ്തു. ഇന്ത്യ പോലുള്ള പരമ്പരാഗതമായി കുറഞ്ഞ വിലയുള്ള വിപണികൾ ഉയർന്ന വിലയ്ക്ക് സമ്മർദ്ദം ചെലുത്തിക്കൊണ്ട് US-ലെ കുറഞ്ഞ മാർജിനുകൾക്ക് നഷ്ടപരിഹാരം നൽകാൻ പ്രധാന ഫാർമസ്യൂട്ടിക്കൽ കമ്പനികൾ സമ്മർദ്ദത്തിലാകും. ഈ നീക്കം മരുന്നുകളുടെ വില നിർണ്ണയത്തിൽ ആഗോളതലത്തിൽ പുനഃക്രമീകരണത്തിന് കാരണമാകുമെന്ന് വിദഗ്ധർ വിശ്വസിക്കുന്നു. വ്യാപാര ചർച്ചകൾ, കർശനമായ പേറ്റന്റ് വ്യവസ്ഥകൾക്കായുള്ള പുതുക്കിയ ആവശ്യങ്ങളിലൂടെ ഇത് ചെയ്യാൻ കഴിയും. സ്വതന്ത്ര വ്യാപാര കരാറുകൾ വികസിത രാജ്യങ്ങൾ പലപ്പോഴും വാദിക്കുന്ന അധിക പേറ്റന്റ് പരിരക്ഷകൾ സ്വീകരിക്കുന്നതിനെ ഇന്ത്യ വളരെ കാലമായി എതിർത്തിരുന്നു. ഡാറ്റ എക്സ്ക്ലൂസിവിറ്റി, ഓട്ടോമാറ്റിക് പേറ്റന്റ് ടേം എക്സ്റ്റൻഷനുകൾ, പേറ്റന്റ് നിയമങ്ങൾ എന്നിവ ഈ നടപടികളിൽ ഉൾപ്പെടുന്നു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. 16 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് സോഷ്യൽ മീഡിയ വിലക്ക് ഏർപ്പെടുത്താനുള്ള നീക്കവുമായി ന്യൂസിലാൻഡ്. അടുത്ത വർഷം നിയമം പ്രാബല്യത്തിൽ വരും.
16 വയസ്സിന് താഴെയുള്ള കുട്ടികളുടെ സോഷ്യൽ മീഡിയ ഉപയോഗം നിരോധിക്കണമെന്ന നിർദ്ദേശം ന്യൂസിലാൻഡ് പ്രധാനമന്ത്രി ക്രിസ്റ്റഫർ ലക്സനാണ് മുന്നോട്ട് വെച്ചത്. കുട്ടികളെ ഭീഷണിപ്പെടുത്തൽ, ദോഷകരമായ ഉള്ളടക്കം, സോഷ്യൽ മീഡിയ ആസക്തി എന്നിവയിൽ നിന്ന് സംരക്ഷിക്കാൻ സഹായിക്കുമെന്ന് ലക്സൺ പറഞ്ഞു. നിയമനിർമ്മാണത്തിനും നടപ്പാക്കലിനും വേണ്ട നടപടികൾ എടുക്കുന്നതിന് ഇവ മന്ത്രിസഭയുടെ പരിഗണനയ്ക്കായി കൊണ്ടുവരുമെന്നും അദ്ദേഹം പറഞ്ഞു. ന്യൂസിലൻഡിലെ 3 പാർട്ടികളുള്ള സഖ്യ സർക്കാരിനെ നയിക്കുന്ന നാഷണൽ പാർട്ടി പ്രായപരിധി നടപ്പാക്കുന്നതിനായി അംഗങ്ങളുടെ ബിൽ ഇതിനകം തന്നെ അവതരിപ്പിച്ചിരുന്നു. അംഗങ്ങളുടെ ബില്ലുകൾ പാർലമെന്റിൽ ചർച്ച ചെയ്യുന്നതിന് മുമ്പ് ബാലറ്റിൽ നിന്ന് തിരഞ്ഞെടുക്കേണ്ടതുണ്ട്. 16 വയസ്സിന് താഴെയുള്ളവർ ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം, സ്നാപ്ചാറ്റ്, ടിക്ടോക്ക് തുടങ്ങിയ പ്ലാറ്റ്ഫോമുകളിൽ അക്കൗണ്ടുകൾ സൃഷ്ടിക്കുന്നത് വിലക്കുന്ന നിയമം ഓസ്ട്രേലിയ കഴിഞ്ഞ വർഷം പാസാക്കി. UK, യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾ, കാനഡ, നിരവധി US സംസ്ഥാനങ്ങൾ എന്നിവയുൾപ്പെടെ മറ്റ് രാജ്യങ്ങളും സമാനമായ നടപടികൾ വിലയിരുത്തുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. കുവൈറ്റ് പ്രവാസികൾക്ക് താമസം മാറുമ്പോൾ വിലാസം മാറുന്നത് ഇനി എളുപ്പമാകും. ഏകീകൃത ഗവൺമെന്റ് ആപ്ലിക്കേഷനായ സഹേൽ ആപ്പിൽ പുതിയ സേവനം ആരംഭിച്ചതായി പബ്ലിക് അതോറിറ്റി ഫോർ സിവിൽ ഇൻഫർമേഷൻ അറിയിച്ചു. ഡിജിറ്റൽ സേവനങ്ങൾ വികസിപ്പിക്കുന്നതിനും നടപടിക്രമങ്ങൾ സുഗമമാക്കുന്നതിനുമുള്ള പബ്ലിക് അതോറിറ്റി ഫോർ സിവിൽ ഇൻഫർമേഷന്റെ തുടർച്ചയായ ശ്രമങ്ങളുടെ ഭാഗമായാണ് സഹേൽ ആപ്പിൽ ഈ സേവനം കൂടിച്ചേർത്തിരിക്കുന്നത്. മുൻപ് സിവിൽ ID മേൽവിലാസത്തിൽ മാറ്റങ്ങൾ വരുത്താൻ അപ്പോയിന്റ്മെന്റ് ബുക്ക് ചെയ്തതിനു ശേഷം ആവശ്യമായ രേഖകളുമായി നേരിട്ട് ഹാജരാകണമായിരുന്നു. അപ്പോയിന്റ്മെന്റുകൾ ലഭ്യമല്ലാത്ത അവസ്ഥ, ആവശ്യമുള്ള രേഖകളുടെ ആശയക്കുഴപ്പമുണ്ടാക്കുന്ന ലിസ്റ്റ്, പിഴ ഈടാക്കാനുള്ള സാധ്യത എന്നിവ കാരണം പലരും ലൈസൻസ് ഇല്ലാത്ത ഇടനിലക്കാരെ സമീപിക്കാൻ നിർബന്ധിതരായി. ഇതിനായി അധിക പണം ചെലവഴിക്കേണ്ട സ്ഥിതിയുമുണ്ടായിരുന്നു. എന്നാൽ സഹേൽ ആപ്പിൽ വിലാസം മാറ്റുന്നതിനുള്ള സേവനം വന്നതോടെ ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരമായിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV.